എല്ലാവരും വളരെയധികം അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ മുടി കൊഴിച്ചിൽ അഥവാ മുടി നന്നായി വളർത്താൻ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരവസ്ഥ. അപ്പോൾ ഇതിന് കുറച്ച് റീസൺസ് ഉണ്ട്. നമുക്ക് ഇന്റേണലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആദ്യം അത് ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്റ്റേണലി നമ്മൾക്ക് ഈ ഹെയർ ഗ്രോത്തിന്റെ പ്രോബ്ലത്തിന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആവത്തുള്ളൂ. അപ്പോൾ റീസൺസ് എന്താണെന്ന് നോക്കാം. ഒന്ന് അനീമിയ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, തൈറോയ്ഡ് ഹോർമോൺ ഇംബാലൻസ്, ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക്, PCOD പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ളവർക്ക്, ചില മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക്, പ്രഗ്നന്റ് ടൈമിൽ, ടെൻഷനോ അധികം സ്ട്രെസ്സോ ഉള്ളപ്പോൾ, പിന്നെ പാരമ്പര്യമായിട്ട് ഇതെല്ലാം റീസൺസ് ആണ് മുടി കൊഴിയാനുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഇന്റേണലി ഉണ്ടെങ്കിൽ ഇത് ഫിക്സ് ചെയ്താൽ ഇതിന് മെഡിസിൻസ് എടുത്ത് കറക്റ്റ് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ എക്സ്റ്റേണലി നമ്മുടെ മുടിക്ക് ഹെയർ ഗ്രോത്തിന് ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് 100% ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആയുർവേദ കോൺസെപ്റ്റ് വെച്ച് പിത്തം കൂടുമ്പോൾ, അതായത് ബോഡി ഹീറ്റ് കൂടുമ്പോൾ ഹെയർ ലോസ് ഉണ്ടാവും. അപ്പം അതിന് വേണ്ടി നമ്മൾ ബോഡി ഹീറ്റിനെ റെഡ്യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ആഹാര ക്രമീകരണങ്ങൾ, അതായത് നമ്മുടെ ബോഡിയിലെ ഹീറ്റ് കൂട്ടുന്ന ആഹാരങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ സ്പൈസി ആയിട്ടുള്ള, അതായത് എരിവ് കൂടുതലുള്ള, പിന്നെ ഉപ്പ് കൂടുതലുള്ളതും, പിന്നെ അതുപോലെ തന്നെ പുളിപ്പ് കൂടുതൽ ഉള്ള ഇതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക. അപ്പോൾ ബോഡി ഹീറ്റ് കുറയും. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള മധുരമുള്ള സാധനങ്ങൾ, അതായത് ഫ്രൂട്ട്സ്, അത് ധാരാളം കഴിക്കുന്നത് ബോഡി ഹീറ്റിനെ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ നമ്മുടെ നല്ല കയ്പുള്ള സാധനങ്ങൾ, അതായത് കയ്പും ചവർപ്പുമുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ബോഡി ഹീറ്റ് കുറയാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ കയ്പും ചവർപ്പും ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ധാരാളമായിട്ട് കഴിക്കുക, ഫ്രൂട്ട്സും ധാരാളമായിട്ട് കഴിക്കുക, പിന്നെ സ്പൈസും സോൾട്ടും അതായത് പുളിപ്പും ഒക്കെ കുറച്ച് കുറയ്ക്കുക. പിന്നെ ഭക്ഷണ ക്രമീകരണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എത്ര നമ്മൾ എക്സ്റ്റേണലി കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇല്ല എങ്കിൽ ഹെയർ ഗ്രോത്ത് പ്രോപ്പർ ആവില്ല. അത് ആദ്യം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്തൊക്കെയാണ് ഭക്ഷണ ക്രമീകരണങ്ങൾ? മുട്ട, അതിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്, ബയോട്ടിൻ ഉണ്ട്. പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബയോട്ടിൻ അത് കെരാട്ടിൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മുടെ ഹെയർ പ്രോട്ടീനാണ് കെരാട്ടിൻ എന്ന് പറയുന്നത്. പിന്നെ ചീരയിൽ വൈറ്റമിൻ എ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ ഗ്ലാൻസിന് സെബം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിനെ അത് മോയ്സ്ചറൈസ് ചെയ്യും. പിന്നെ omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളമുള്ള മീനുകൾ കഴിക്കുക. മധുരക്കിഴങ്ങ് നല്ലതാണ്. പിന്നെ നട്ട്സ്, അതിനകത്ത് കാഷ്യൂ ആയാലും ബദാം ആയാലും അതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്, സിങ്ക് ഉണ്ട്, ഫാറ്റി ആസിഡ്സ് ഉണ്ട്. പിന്നെ ബീൻസ്, അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്. പിന്നെ ഇറച്ചിയിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. പിന്നെ അതുപോലെ റെഡ് മീറ്റിൽ അയൺ ഉണ്ട്. അയൺ മുടി വളരാൻ സഹായിക്കുന്നൊരു സാധനമാണ്. പിന്നെ പയറ് വർഗ്ഗങ്ങളിൽ അതിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. പാല്, അതിൽ ധാരാളം കാൽഷ്യം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. 3 സിമ്പിളായിട്ടുള്ള എക്സ്റ്റേണൽ റെമഡീസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തെ റെമഡി സിമ്പിളായിട്ടുള്ളതാണ് കഞ്ഞിവെള്ളം. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അതായത് ഇന്നത്തെ കഞ്ഞിവെള്ളം ഓവർനൈറ്റ് വെച്ചിട്ട് നാളെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നാളെ എടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് ഫുള്ള് റിൻസ് ചെയ്യുക. തലയിലൊന്ന് റിൻസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വച്ചതിന് ശേഷം അത് നമുക്ക് കുളിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് ധാരാളം അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മുടിയുടെ റീജനറേഷനെ അത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് അത് ഫാസ്റ്റർ ആക്കും. പിന്നെ വൈറ്റമിൻ ബി, സി, ഇ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ കൂട്ടാൻ സഹായിക്കും. വീക്കിലി ഒരു 2-3 തവണ ഇത് ചെയ്യാം. ജസ്റ്റ് 5 മിനിറ്റ്സ് അപ്ലൈ ചെയ്യുക, റിൻസ് ചെയ്ത് കളയുക. ഇനി രണ്ടാമത്തെ റെമഡി, അത് സിമ്പിളായിട്ടുള്ള റെമഡിയാണ്. നമ്മൾ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള എടുക്കുക, അത് ഒരു നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുക, എന്നിട്ട് അതിൻ്റെ ആ ജ്യൂസ് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഈ അരിച്ചെടുത്ത ആ ലിക്വിഡ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പം ഇതിനകത്ത് സൾഫർ ഉണ്ട്. അപ്പം അത് കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മുടെ ഹെയർ ഗ്രോത്തിനെ കൂട്ടാൻ അത് സഹായിക്കും. അപ്പോൾ വീക്കിലി നമ്മുടെ ഒരു 2 മുതൽ 3 തവണ വീക്കിലി ചെയ്യാം. ഇത് 15 മുതൽ 30 മിനിറ്റ് വരെ നമ്മുടെ സ്കാൽപ്പിൽ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം 15 മുതൽ 30 വരെ അതിനെ കീപ്പ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഷാമ്പു ഇട്ട് കുളിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചെറിയൊരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മൂന്നാമത്തെ റെമഡി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണലി നമുക്ക് തേച്ച് കുളിക്കാൻ പറ്റുന്നൊരു എണ്ണയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നെല്ലിക്ക, കയ്യോന്നി, നീലയമരി, കറ്റാർവാഴ, ഇതെല്ലാം
ഇട്ടിട്ട് സയൻറ്റിഫിക്കലി എണ്ണ കാച്ചിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഒരു 15 മുതൽ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് കഴുകി കളയാവുന്നതേ ഉള്ളൂ. ഷാമ്പൂ ഇട്ട് കഴുകാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നനഞ്ഞ മുടി കോമ്പ് ചെയ്യാതിരിക്കുക. ഇവന്തോ കോമ്പ് ചെയ്യണമെങ്കിൽ ഒരു വൈഡ് കോമ്പ് എടുത്തിട്ട്, അതായത് പല്ലകലമുള്ള ചീപ്പ് എടുത്തിട്ട് കോമ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ സാധാരണഗതിയിൽ 0.5 ഇഞ്ച് ഒരു മാസം വളരും എന്നാണ് നമ്മുടെ ഹെയർ. പിന്നെ 40 മുതൽ 100 വരെയുള്ള മുടികൾ നമുക്ക് ദിവസവും കൊഴിയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം അതിൽ കൂടുതൽ 100 മുടിയിൽ കൂടുതലൊക്കെ കൊഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ അലോവേറ നമ്മുടെ അപ്ലൈ ചെയ്യുന്നത്, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. കാര്യം അത് ബിറ്റർ, അത് നമ്മുടെ ഒരു കയ്പ്പ് രസമുള്ള സാധനമാണ്. അപ്പോൾ ഒരു ക്ലെൻസിങ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹീറ്റിനെ കുറയ്ക്കും. അതുകൊണ്ട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനെ എപ്പോഴും നമ്മൾ ക്ലെൻസ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. മുടിയും നല്ല വൃത്തിയായിട്ട് എപ്പോഴും വയ്ക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.